ഹലോ മക്കളെ, മൂവിംഗ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസത്തിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ലോറൻസ് ഫോഴ്സ് വരെയാണ് പറഞ്ഞു നിർത്തിയത്. നമ്മൾ പഠിക്കാൻ പോണത് ലോറൻസ് ഫോഴ്സിന്റെ പ്രോപ്പർട്ടീസ് ആണ്. നമുക്കറിയാം ലോറൻസ് ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ രണ്ട് ഫോഴ്സിന്റെ കോമ്പിനേഷൻ ആണ്. ഏതൊക്കെയാണ്? ഇലക്ട്രിക് ഫോഴ്സ് QE എന്ന് പറയുന്ന ഇലക്ട്രിക് ഫോഴ്സിന്റെയും Q ഇൻറ്റു V ക്രോസ് B എന്ന് പറയുന്ന മാഗ്നറ്റിക് ഫോഴ്സിന്റെയും കോമ്പിനേഷൻ ആണ് ഇതെന്ന് പറയുന്നത് ലോറൻസ് ഫോഴ്സ് എന്ന് പറയുന്നത്. ലോറൻസ് ഫോഴ്സ് എപ്പോഴാണ് ഉണ്ടാവുന്നത്? നിങ്ങൾ പറയും സർ, ഒരു ചാർജ് ഉണ്ട്, അതാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിന്റെയും മാഗ്നറ്റിക് ഫീൽഡിന്റെയും കോമ്പിനേഷനിലേക്ക് കടക്കുകയാണ് വിത്ത് എ വെലോസിറ്റി. അങ്ങനെയെങ്കിൽ അതിൽ ഇലക്ട്രിക് ഫോഴ്സും എക്സ്പീരിയൻസ് ചെയ്യും, മാഗ്നറ്റിക് ഫോഴ്സും എക്സ്പീരിയൻസ് ചെയ്യും. ഈ രണ്ട് ഫോഴ്സിന്റെയും ആകെ തുകയെ വിളിക്കുന്ന പേരാണ്, റിസൾട്ടിനെ വിളിക്കുന്ന പേരാണ്, ആകെ ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ് ലോറൻസ് ഫോഴ്സ്. നമ്മൾ അതിന്റെ പ്രോപ്പർട്ടി നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, ഫസ്റ്റ് പ്രോപ്പർട്ടിയാണ് ഇസ് ഡിപ്പെൻഡ്സ് ഓൺ ചാർജ്. ലോറൻസ് ഫോഴ്സ് ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? ചാർജിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതായത് പോസിറ്റീവ് ചാർജിലും നെഗറ്റീവ് ചാർജിലും ഇത് എക്സ്പീരിയൻസ് ചെയ്യുന്നത് രണ്ട് വ്യത്യസ്ത ഡയറക്ഷനിലാണ്. പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ ഞാൻ ക്യൂവിനെ പുറത്തെടുക്കാൻ പോവുകയാണ്. അപ്പോൾ എങ്ങനെ കിട്ടും? എഫ് വെക്ടർ എഫ് വിച്ച് ഇസ് ഈക്വൽ ടു, ഞാൻ ക്യൂവിനെ പുറത്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും വെക്ടർ ഇ പ്ലസ് അടുത്തെന്താണ്? വി ക്രോസ് ബി ആണ്. ഇവിടെയാണെങ്കിൽ നിങ്ങൾക്ക് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും, ഇവിടെയാണെങ്കിൽ പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ ഞാൻ പ്ലസ് ഇടും. നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? മൈനസ് ഇടും. ശരിയാണോ? പോസിറ്റീവ് ചാർജിലും നെഗറ്റീവ് ചാർജിലും രണ്ട് വ്യത്യസ്ത ഡയറക്ഷനിലായിരിക്കും ആര് ആക്ട് ചെയ്യുന്നത്? ലോറൻസ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. സപ്പോസ് പോസിറ്റീവ് ചാർജിലാണെങ്കിൽ ലോറൻസ് ഫോഴ്സ് ഈ ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ, ഇത് പോസിറ്റീവ് ചാർജിൽ ഇങ്ങനെയാണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ, നെഗറ്റീവ് ചാർജിൽ എങ്ങനെയായിരിക്കും? നെഗറ്റീവ് ചാർജിൽ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യുന്നത്. കാരണം നെഗറ്റീവ് സൈൻ ഇട്ട് കഴിഞ്ഞാൽ ഫോഴ്സ് ഡയറക്ഷൻ ചേഞ്ച് ചെയ്യും. അതായത് പോസിറ്റീവ് ചാർജിലും നെഗറ്റീവ് ചാർജിലും വ്യത്യസ്ത ഡയറക്ഷനിലായിരിക്കും ആര് ആക്ട് ചെയ്യണത്? ലോറൻസ് ഫോഴ്സ് ആക്ട് ചെയ്യണത്. ഓക്കെ, അടുത്ത പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്ഷൻ ഓഫ് ലോറൻസ് ഫോഴ്സ് ഈസ് ഓൾവേസ് പെർപെൻഡിക്കുലർ ടു വെലോസിറ്റി ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്. നമുക്കറിയാം ഇവിടുത്തെ എഫ് എന്ന് പറയുന്നത്, ഈ എഫ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ആണ്, ഇതൊരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്, ഇതിന് ഡയറക്ഷൻ ഉണ്ട്. ആ ഡയറക്ഷൻ എപ്പോഴും ആർക്കും പെർപെൻഡിക്കുലർ ആയിരിക്കും, ആ വെലോസിറ്റിക്കും അതുപോലെയാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിനും പെർപെൻഡിക്കുലർ ആയിരിക്കും. ഇനി ഇതിന്റെ അടുത്ത പ്രോപ്പർട്ടിയാണ് ഇഫ് വെലോസിറ്റി ഈസ് സീറോ, അതായത് ഒരു ചാർജ് റെസ്റ്റിലാണെന്ന് കരുതിക്കൂ. റെസ്റ്റിലാണെങ്കിൽ നോ മാഗ്നറ്റിക് ഫോഴ്സ് വിൽ എക്സ്പീരിയൻസ്. മാഗ്നറ്റിക് പാർട്ടിന്റെ വാല്യൂ എത്രയായിരിക്കും? ചാർജിന്റെ വാല്യൂ റെസ്റ്റ് ആണെങ്കിൽ വിന്റെ വാല്യൂ 0 ആയിരിക്കും. വിന്റെ വാല്യൂ 0 ആണെങ്കിൽ ഈ ടേം കംപ്ലീറ്റ് എന്തായിട്ട് മാറും മക്കളെ? 0 ആയിട്ട് മാറും. ഏത് ഫോഴ്സ് മാത്രമേ കാണുകയുള്ളൂ? ഇലക്ട്രിക് ഫോഴ്സ് മാത്രമേ കാണുകയുള്ളൂ. മാഗ്നറ്റിക് ഫോഴ്സിന്റെ വാല്യൂ 0 ആയിരിക്കും. അതാണ് പറഞ്ഞത്, ഇഫ് വെലോസിറ്റി ഈസ് 0, വെലോസിറ്റിയുടെ വാല്യൂ 0 ആണെങ്കിൽ നോ മാഗ്നറ്റിക് ഫോഴ്സ് വിൽ എക്സ്പീരിയൻസ്. ഇതിലേക്ക് എന്ത് എക്സ്പീരിയൻസ് ചെയ്യില്ല? മാഗ്നറ്റിക് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യില്ല. ചാർജിലേക്ക് മാഗ്നറ്റിക് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യില്ല. പകരം only ഇലക്ട്രിക് ഫോഴ്സ് വിൽ ആക്ടിങ് ഓൺ ദ ചാർജ്. ഇലക്ട്രിക് ഫോഴ്സ് മാത്രമേ ഈ ചാർജിൽ ആക്ട് ചെയ്യുകയുള്ളൂ. ഇതാണ് നമ്മുടെ 4 പ്രധാന പ്രോപ്പർട്ടീസ്. ഇനിയാണെങ്കിൽ നമ്മൾ പഠിക്കാൻ പോണത് മറ്റൊരു ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ് ആണ്, അതാണ് മാഗ്നറ്റിക് ഫോഴ്സ്. മാഗ്നറ്റിക് ഫോഴ്സിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോവുകയാണ്. നമുക്കറിയാം ലോറൻസ് ഫോഴ്സിൽ രണ്ട് പ്രധാന ഭാഗങ്ങളുള്ളത്, ഒന്ന് ഇലക്ട്രിക് ഫോഴ്സും മറ്റൊന്ന് മാഗ്നറ്റിക് ഫോഴ്സും. ഇവിടെയാണെങ്കിൽ നമ്മൾ എന്തിനെ പറ്റി പഠിച്ചതാണ്? ഇലക്ട്രിക് ഫോഴ്സിനെ പറ്റി നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചതാണ്. ഇനി പഠിക്കാനുള്ളത് മാഗ്നറ്റിക് ഫോഴ്സിനെ പറ്റിയാണ്. മാഗ്നറ്റിക് ഫോഴ്സിനെ പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, ശരി മക്കളെ, മാഗ്നറ്റിക് ഫോഴ്സിനെ പറ്റി നോക്കാം. മാഗ്നറ്റിക് ഫോഴ്സ് എന്താണ്? നമുക്കറിയാം മാഗ്നറ്റിക് ഫോഴ്സിന്റെ ഇക്വേഷൻ നമുക്കറിയാം. എന്താണ് മാഗ്നറ്റിക് ഫോഴ്സിന്റെ ഇക്വേഷൻ? എഫ് വിച്ച് ഈസ് ഈക്വൽ ടു മാഗ്നറ്റിക് ഫോഴ്സ് വിച്ച് ഈസ് ഈക്വൽ ടു, എഫ് എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് എഴുതിക്കോ. മാഗ്നറ്റിക് ഫോഴ്സ് വിച്ച് ഈസ് ഈക്വൽ ടു QVB sin തീറ്റ അല്ലെങ്കിൽ Q ഇൻറ്റു V ക്രോസ് B ആണ്. ഇതാണ് മാഗ്നറ്റിക് ഫോഴ്സിന്റെ ഇക്വേഷൻ. ശരിയാണോ? അങ്ങനെയെങ്കിൽ ഈ മാഗ്നറ്റിക് ഫോഴ്സിൽ ഈ ഡയറക്ഷൻ പറഞ്ഞ മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത് വെലോസിറ്റിക്കും ബിക്കും മാഗ്നറ്റിക് ഫീൽഡിനും പെർപെൻഡിക്കുലർ ആണ്. magnetic force which is perpendicular to V and B. അതുപോലെ Q ഉണ്ട്, അതുകൊണ്ട് മാഗ്നറ്റിക് ഫോഴ്സ് ഉറപ്പായിട്ടും ആര് ഡയറക്ഷൻ മാറി, ചാർജിന്റെ വാല്യൂ മാറുന്നതനുസരിച്ച്, അതായത് ഈ ചാർജിന്റെ സൈൻ മാറുന്നതനുസരിച്ച് ആരും മാറിക്കൊണ്ടിരിക്കും, മാഗ്നറ്റിക് ഫോഴ്സിന്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യും. ഫോർ എക്സാമ്പിൾ, പോസിറ്റീവ് ചാർജിൽ മാഗ്നറ്റിക് ഫോഴ്സ് അങ്ങോട്ടാണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ നെഗറ്റീവ് ചാർജിൽ മാഗ്നറ്റിക് ഫോഴ്സ് ഇങ്ങോട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. കാരണം സൈൻ ചേഞ്ച് ചെയ്യുമ്പോൾ ഡയറക്ഷനും ചേഞ്ച് ചെയ്യും. ഓക്കെ ആണോ? ശരി. അങ്ങനെയെങ്കിൽ നോക്കൂ മക്കളെ, ഇവിടെയാണെങ്കിൽ എൻ്റെ കയ്യിൽ ഒരു ചാർജ് ഉണ്ട്, ഇവിടെയാണെങ്കിൽ എൻ്റെ കയ്യിൽ ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ട്. എന്ത് ചാർജാണ്? പോസിറ്റീവ് ചാർജ് ആണ്. ഞാൻ ഈ ചാർജിനെ ആണെങ്കിൽ ഇവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്,
അങ്ങോട്ട് മൂവ് ചെയ്യാൻ പോവുകയാണ്. സോ ഇത് മാഗ്നറ്റിക് ഫീൽഡ് ആണ്. എന്താണ്? മാഗ്നറ്റിക് ഫീൽഡ് ആണ്. ഈ മാഗ്നറ്റിക് ഫീൽഡിലേക്ക് ഞാൻ ഈ ചാർജിനെ v എന്ന വെലോസിറ്റിയിൽ മൂവ് ചെയ്യിക്കാൻ പോവുകയാണ്. സോ v എന്ന വെലോസിറ്റിയിൽ q എന്ന ചാർജിനെ b എന്ന മാഗ്നറ്റിക് ഫീൽഡിലേക്ക് കയറ്റാൻ പോവുകയാണ്. അപ്പൊ നിങ്ങൾ ചോദിക്കും, സർ എന്താണ് മാഗ്നറ്റിക് ഫീൽഡ് സാർ ഇങ്ങനെ വരച്ചത്? എങ്ങനെയാണ് ഇങ്ങനെ കുറെ വട്ടം കണ്ടിട്ടാണെങ്കിൽ സാർ ക്രോസ് വരച്ചിരിക്കുകയാണ്, എന്നിട്ട് പറയുകയാണ് ഇത് മാഗ്നറ്റിക് ഫീൽഡ് ആണ്. സാർ എന്തുകൊണ്ടാണ് ഇങ്ങനെ ക്രോസ് വരച്ചത്? ഇത് മനസ്സിലാവുന്നില്ല. ഈ ബീന്റെ ഡയറക്ഷൻ എനിക്ക് മനസ്സിലാവുന്നില്ല. എന്താണ് മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ വരയ്ക്കാൻ കാരണം? നമുക്ക് ആദ്യമേ മാഗ്നറ്റിക് ഫീൽഡിനെ പറ്റി ഒന്ന് കേട്ടിട്ട് ഇങ്ങോട്ട് മടങ്ങി വരാം. ഓക്കെ, നമുക്കൊന്ന് വെട്ടം കുറയ്ക്കാം. ഇതൊന്ന് കാണാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ബ്രൈറ്റ്നസ് ഒന്ന് കുറച്ചിട്ടുണ്ട്. നോക്ക്, ഇവിടെയാണെങ്കിൽ എൻ്റെ കയ്യിൽ ഒരു ബാർ മാഗ്നറ്റ് ഉണ്ട്. എന്തുണ്ട്? ബാർ മാഗ്നറ്റ് ഉണ്ട്. സോ ഇത് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ പ്രകാശം ഒന്ന് ചെറുത് കുറച്ചിരിക്കുന്നത്, ബ്രൈറ്റ്നസ് ഒന്ന് ചെറുതായിട്ട് കുറച്ചിരിക്കുന്നത്. അപ്പൊ വ്യക്തമായിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാകും. നോക്കിയിരിക്കെ, ഒരു നോർത്ത് പോൾ ആണിത്, സൗത്ത് പോൾ ആണ്. ഇതൊരു ബാർ മാഗ്നറ്റ് ആണ്. അതിൽ നോർത്ത് പോളും ഉണ്ട്, സൗത്ത് പോളും ഉണ്ട്. നമുക്കറിയാം നോർത്ത് പോളിൽ നിന്നും മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് വന്ന് എവിടെ ചേരുമടാ? സൗത്ത് പോളിൽ വന്ന് ചേരും. സോ നോർത്ത് പോളിൽ നിന്നും പുറത്തു വരുന്ന മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് സൗത്ത് പോളിൽ വന്ന് ചേരും. ഇവിടെയാണെങ്കിൽ ഞാൻ ഒരു പേപ്പർ കൊണ്ടുവെക്കാൻ പോവുകയാണ്. കണ്ടോ, ഒരു പേപ്പർ കൊണ്ടുവച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ പേപ്പറിലേക്ക് മാഗ്നറ്റിക് ഫീൽഡ്സ് വന്ന് വീഴുന്ന കണ്ടോ? എങ്ങനെയാ വന്ന് വീഴുന്നേ? ഇൻ ടു ദ പ്ലെയിൻ. പ്ലെയിൻ്റെ അകത്തേക്ക് വന്ന് വീഴുകയാണ്, പ്ലെയിന് ഉള്ളിലേക്ക് വന്ന് വീഴുകയാണ്. നോക്ക്, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഇൻ ടു ദ പ്ലെയിൻ. മക്കളെ, അത് വരച്ച് കാണിക്കാനായിട്ട് നമ്മൾ ഇങ്ങനെ സൂചിപ്പിക്കും. ഇതിന്റെ മീനിങ് എന്താണ്? മാഗ്നറ്റിക് ഫീൽഡ് പ്ലെയിൻ ഉള്ളിലേക്കാണ് വന്ന് വീഴുന്നത്. കണ്ടോ, ഇങ്ങനെ വന്ന് വീഴുകയാണ്, പ്ലെയിൻ്റെ ഉള്ളിലേക്ക് വരികയാണ്, അങ്ങോട്ട് വന്ന് വീഴുകയാണ്. ഇൻ ടു ദ പ്ലെയിൻ, ഇൻ ടു ദ പ്ലെയിൻ. നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങനെ വരയ്ക്കും. ഇതിന്റെ മീനിങ് എന്താണ്? ഇൻ ടു ദ പ്ലെയിൻ, ഇൻ ടു ദ പ്ലെയിൻ, പ്ലെയിൻ്റെ ഉള്ളിലേക്ക് വന്ന് വീഴുകയാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് ഇങ്ങനെ നോക്കിക്കൂടെ? ഞാൻ ഇവിടെ വേറൊരു പേപ്പർ എടുത്തിട്ടുണ്ട്. അങ്ങോട്ടേക്ക് മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെ വന്ന് വീഴുന്നത് നോക്ക്. ഇവിടുന്ന് വരുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഇവിടുന്ന് ഇങ്ങോട്ടാണ് വരുന്നത്. ശരിയാണോ? സോ ഇവിടെ ഞാൻ നോക്കുമ്പോൾ എനിക്ക് മനസ്സിലായി മാഗ്നറ്റിക് ഫീൽഡ് ഇവിടുന്ന് പുറത്തേക്കാണ് വരുന്നത്. സോ അതായത് ഫ്രം ദി പ്ലെയിൻ, പ്ലെയിനിൽ നിന്നും വരികയാണ്. ശരിയാണോ? പ്ലെയിനിൽ നിന്ന് പുറത്തേക്ക് വരികയാണ്. അത് മനസ്സിലാക്കാനായിട്ട് ഒരു വട്ടം വരച്ചിട്ട് ഒരു ഡോട്ട് ഇട്ട് നമ്മൾ ഒരു ഡോട്ട് ഇട്ട് വെക്കും. അതിന്റെ മീനിങ് എന്താണ്? ആ പ്ലെയിന് പുറത്തേക്ക്, ഔട്ട്വേർഡ് ദ പ്ലെയിൻ, പ്ലെയിനിൽ നിന്നും പുറത്തേക്ക്, ഔട്ട് ദ പ്ലെയിൻ, ഔട്ട് ദ പ്ലെയിൻ, പ്ലെയിനിന് പുറത്തേക്ക്. സോ പ്ലെയിൻ ഇവിടെ നോക്കിക്കഴിഞ്ഞാലോ പ്ലെയിൻ ഉള്ളിലേക്കാണ്. നമുക്ക് ഇത് ഇങ്ങനെ വരികയാണ്, ഇങ്ങനെ വരികയാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാലോ പ്ലെയിൻ ഉള്ളിലേക്കാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാലോ പ്ലെയിന് പുറത്തേക്കാണ്. സോ മാഗ്നറ്റിക് ഫീൽഡ് പ്ലെയിൻ ഉള്ളിലേക്ക് കയറി നോക്കടാ. മാഗ്നറ്റിക് ഫീൽഡ് ഇവിടെ നോക്കിയാൽ പ്ലെയിൻ ഉള്ളിലേക്കാണ്, ഇൻ ടു ദ പ്ലെയിൻ ആണ്. ഇവിടെ ആണെങ്കിലോ ഔട്ട്വേർഡ്. സോ ഇവിടെ നോക്കി, ഇവിടെ എന്താണ്? ഇൻ ടു ദ പ്ലെയിൻ. ഇവിടുന്ന് പുറത്തിറങ്ങുന്ന മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയായിരിക്കും? ഔട്ട്വേർഡ്, പുറത്തേക്ക്. അപ്പൊ പ്ലെയിൻ്റെ ഉള്ളിലേക്കാണ് മാഗ്നറ്റിക് ഫീൽഡ്. നമ്മൾ മുകളിൽ നോക്കുമ്പോൾ പ്ലെയിൻ ഉള്ളിലേക്കാണ് വീഴുന്നതെങ്കിൽ നമ്മൾ പറയും മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ എങ്ങനെയാണ്? ഇൻ ടു ദ പ്ലെയിൻ. നമ്മൾ മുകളിൽ നോക്കുമ്പോൾ പ്ലെയിന് പുറത്തേക്കാണ് വരുന്നതെങ്കിൽ നമ്മൾ എന്ത് പറയും? ഔട്ട്വേർഡ്, പ്ലെയിന് പുറത്തേക്ക്. സോ ബേസിക്കലി ഒരു പേപ്പർ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് പോണ പേപ്പർ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഒരു ഭാഗത്ത് ഇൻ ടു ദ പ്ലെയിൻ ആയിരിക്കും, പേപ്പറിന്റെ മറുഭാഗത്ത് ഔട്ട്വേർഡ് ദ പ്ലെയിൻ ആണ്. നിങ്ങൾ ഏത് റെഫറൻസിൽ നിന്നാണ് നോക്കുന്നത് അതിനെ അടിസ്ഥാനപ്പെടുത്തി നമുക്ക് എന്ത് ചെയ്യാം? ഇൻ ടു ദ പ്ലെയിനും ഔട്ട്വേർഡ് ദ പ്ലെയിനും മാറും. സോ നോർമലി നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുകയാണ്? ആ ഒരു മേശയുടെ മുകളിൽ എന്ത് ചെയ്യും? ആ മാഗ്നറ്റിക് ഫീൽഡ് കൺസിഡർ ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? പ്ലെയിൻ ഇങ്ങനെയാണ് എടുക്കുന്നത്. ഈ പ്ലെയിൻ്റെ അകത്തേക്കാണ് വരുന്നതെങ്കിൽ ഇൻ ടു ദ പ്ലെയിൻ, പുറത്തേക്കാണ് വരുന്നതെങ്കിൽ ഔട്ട് ദ പ്ലെയിൻ. നമ്മൾ മുകളിൽ നിന്നാണ് നോക്കുന്നത്. എപ്പോഴും നമ്മൾ എന്തായിരിക്കും? മുകളിൽ നിന്നാണ് നോക്കുന്നതായിട്ടാണ് അസ്യൂം ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ NCERT ടെക്സ്റ്റിലെല്ലാം ആ രീതിയിലാണ് ഫിഗർ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ശരി. അങ്ങനെയെങ്കിൽ നമ്മൾ ബാക്ക് ടു മാഗ്നറ്റിക് ഫീൽഡ് മനസ്സിലായി. ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ക്രോസ് വരച്ച് മനസ്സിലായി. മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയായിരിക്കും? ഇൻ ടു ദ പ്ലെയിൻ ആണ്. സോ ഔട്ട്വേർഡ് ദ പ്ലെയിനും ഉണ്ട്, ഇൻ ടു ദ പ്ലെയിനും ഉണ്ട്. കാര്യം മനസ്സിലായല്ലോ? ഇനി നോക്കണം മക്കളെ, ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഞാൻ ഈ വട്ടം വരച്ചിട്ട് ക്രോസ് ചെയ്ത് എന്താണ്? മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയാണ്? മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെയാണ് വന്ന് വീഴുന്നത് അല്ലേ? മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ വന്ന് വീഴുകയാണ്. സോ മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ വരികയാണ്, ചാർജ് ഇങ്ങനെ മൂവ് ചെയ്യുകയാണ്. ഞാൻ വേണമെങ്കിൽ ബെറ്റർ റെപ്രസെന്റേഷൻ നടത്താം. നോക്ക്, ഇതൊരു പ്ലെയിൻ ആണ്. പ്ലെയിനിലേക്ക് ഞാൻ മാഗ്നറ്റിക് ഫീൽഡ് ഇടാൻ പോവുകയാണ്. നോക്കടാ മക്കളെ, മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയാണ്? നിങ്ങൾ പറയും സാർ മാഗ്നറ്റിക് ഫീൽഡ് സാർ പറഞ്ഞു ഇൻ ടു ദ പ്ലെയിൻ ആണ്. ഇവിടെ വരച്ചിരിക്കുന്നത് എങ്ങനെയാണ്? ഇൻ ടു ദ പ്ലെയിൻ ആണ് മാഗ്നറ്റിക് ഫീൽഡ്. ഞാൻ പറഞ്ഞു ശരി മക്കളെ. ഇനി നോക്ക്, ഇവിടെ ചാർജ് ഉണ്ടടാ. ചാർജ് ഇരിക്കുന്നുണ്ടോ? ചാർജ് ഇവിടെ ചാർജ് ഇരിപ്പുണ്ട്.
നമ്മുടെ ചാർജ് എന്ത് ചെയ്യാണ്? ഇങ്ങോട്ടേക്ക് വരികയാണ്. ഇങ്ങോട്ടേക്ക് വരികയാണ്. വി എന്ന വെലോസിറ്റിയിൽ ചാർജ് ആണെങ്കിൽ ഇങ്ങോട്ടേക്ക് വരികയാണ്. ഇതൊരു പോസിറ്റീവ് ചാർജ് ആണ്. ക്യൂ എന്ന് പറയുന്ന പോസിറ്റീവ് ചാർജ് വി എന്ന വെലോസിറ്റിയിൽ ബി എന്ന് പറയുന്ന മാഗ്നറ്റിക് ഫീൽഡിലേക്ക് നോക്ക്. ഇത് മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയാണ്? ഇൻ ടു ദ പ്ലെയിൻ ആണ്. മാഗ്നറ്റിക് ഫീൽഡിലേക്ക് വരികയാണ്. അപ്പോൾ നിങ്ങൾ പറഞ്ഞു ഉറപ്പായിട്ടും മാഗ്നറ്റിക് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. മാഗ്നറ്റിക് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. മാഗ്നറ്റിക് ഫോഴ്സിന്റെ ഇക്വേഷൻ നമുക്കറിയാം. മാഗ്നറ്റിക് ഫോഴ്സ് വിച്ച് ഈസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു വി ക്രോസ് ബി ആണ്. ഇനി നമുക്ക് അതിന്റെ ഡയറക്ഷൻ അറിയാം. ആ മാഗ്നറ്റിക് ഫോഴ്സിന്റെ ഡയറക്ഷൻ എങ്ങനെയാണ്? അത് വിക്കും ബിക്കും പെർപെൻഡിക്കുലർ ആണ്. അതെങ്ങനെയാണ് സാർ പെർപെൻഡിക്കുലർ ആവണത്? മാഗ്നറ്റിക് ഫോഴ്സ് എങ്ങനെയാണ് വിക്കും ബിക്കും പെർപെൻഡിക്കുലർ ആവുന്നത്? അത് വരച്ച് കാണിച്ചു തരാമോ? കാണിച്ചു തരാം. നോക്കൂ മക്കളെ, ഇവിടെയാണെങ്കിൽ നോക്കടാ, നമുക്ക് റൈറ്റ് ഹാൻഡ് റൂൾ ഉപയോഗിക്കാം. റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ എന്ന് പറ, റൈറ്റ് ഹാൻഡ് റൂൾ എന്ന് പറ, റൈറ്റ് ഹാൻഡ് റൂൾ ഉപയോഗിക്കാം. റൈറ്റ് ഹാൻഡ് റൂൾ. ഈ റൂൾ എന്താ പറയണേ? എങ്ങനെയാണോ മാഗ്നറ്റിക് ഫീൽഡ് പോണത്, മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയാ പോണേ? ഇങ്ങനെയാണ് പോയത്, ഇൻ ടു ദ പ്ലെയിൻ ആണ്. ആ ഡയറക്ഷൻ നിങ്ങൾ മിഡിൽ ഫിംഗർ പിടിച്ചേ. നിങ്ങളെ മിഡിൽ ഫിംഗർ ആണെങ്കിൽ ആ ഡയറക്ഷനിൽ പിടിച്ചേ. അതുപോലെ എങ്ങനെയാണോ വെലോസിറ്റി പോണത്, ചാർജ് എങ്ങനെയാണോ മൂവ് ചെയ്യുന്നത്, ചാർജ് എങ്ങനെയാണോ ഒഴുകുന്നത്, ആ ഡയറക്ഷൻ നിങ്ങളെ ഫോർ ഫിംഗർ പിടിച്ചേ, ചൂണ്ടുവിരൽ പിടിച്ചേ. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ തമ്പ് എങ്ങോട്ടാ ഫേസ് ചെയ്യുന്നേ? തമ്പ് ഇങ്ങോട്ടാണ് ഫേസ് ചെയ്യുന്നത്. തമ്പ് എങ്ങനെ ഫേസ് ചെയ്യുന്നേ? തമ്പ് ഇങ്ങോട്ടാണ് ഫേസ് ചെയ്യുന്നത്. ശരിയാണോ? നമുക്ക് തമ്പ് ഇങ്ങോട്ട് ഫേസ് ചെയ്യും. ഔട്ട്വേർഡ് ഡയറക്ഷനിൽ ഫേസ് ചെയ്യും. അങ്ങനെയെങ്കിൽ ആ ഡയറക്ഷനായിരിക്കും ഫോഴ്സ്. സോ ഏത് ഡയറക്ഷനാണ്? നോക്ക് ഞാൻ എന്താ പറഞ്ഞേ? ഇങ്ങോട്ടാണ്. ഇങ്ങോട്ട് എന്താണ്? മാഗ്നറ്റിക് ഫീൽഡ്. ശരിയാണോ? മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങോട്ടാണ്. ഇങ്ങോട്ടാണ് വെലോസിറ്റി. ഇത് വെലോസിറ്റി ആണ്. അങ്ങനെയെങ്കിൽ പുറത്തേക്കാണ്. പുറത്തേക്ക് എന്ന് പറയുന്നത് എന്താണ്? ഔട്ട്വേർഡ്. ഉണ്ടോ? പുറത്തേക്ക്. അങ്ങോട്ടായിരിക്കും. ആര്? പുറത്തേക്കായിരിക്കും. ആര്? നോക്ക്, പുറത്തേക്ക്. ഔട്ട്വേർഡ്. പുറത്തേക്ക്. ആര്? ഫോഴ്സിന്റെ ഡയറക്ഷൻ പുറത്തേക്കായിരിക്കും. ഓക്കെ ആണോ? പുറത്തേക്ക് ഔട്ട്വേർഡ്, അകത്തേക്ക് ഇൻ ടു ദ പ്ലെയിൻ. ഓക്കെ. അപ്പൊ നിങ്ങൾ പറയും സാർ ഇവിടെ സാറ് വരച്ചു കാണിച്ചു തന്നു, സാറ് റൈറ്റ് ഹാൻഡ് തമ്പ് റൂള് സാർ ഇവിടെ വരച്ചു കാണിച്ചു തന്നു. അങ്ങനെയെങ്കിൽ ഇവിടെ എങ്ങനെ വരയ്ക്കും? നമുക്ക് ഇവിടെയും വരച്ചു നോക്കാം. റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ നമുക്ക് ഇവിടെയും വരയ്ക്കാം. നോക്കൂ മക്കളെ, നോക്കടാ, ഇവിടെയും വരയ്ക്കാം. ഇവിടെ എങ്ങനെയാ വരയ്ക്കുന്നേ? എങ്ങോട്ടാണ് ചാർജ് മൂവ് ചെയ്യുന്നത്? ചാർജ് ഇങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത്. വെലോസിറ്റി ചൂണ്ടുവിരൽ അങ്ങോട്ട് പിടിക്കുക. സോ വെലോസിറ്റി ഇങ്ങോട്ടാണ്. കേട്ടോ? റൈറ്റ് ഹാൻഡ് ചൂണ്ടുവിരൽ ഇങ്ങോട്ട് പിടിക്കുക. അങ്ങോട്ടാണ് വെലോസിറ്റി എന്ന് പറയുന്നത്. മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയാണ്? മാഗ്നറ്റിക് ഫീൽഡ് ഇൻ ടു ദ പ്ലെയിൻ ആണ്, അകത്തേക്കാണ്. സോ മാഗ്നറ്റിക് ഫീൽഡ് ആരാ പറഞ്ഞു തരുന്നേ? മാഗ്നറ്റിക് ഫീൽഡ് പറഞ്ഞു തരുന്നത് നമ്മളുടെ മിഡിൽ ഫിംഗർ ആണ്. മിഡിൽ ഫിംഗർ മാഗ്നറ്റിക് ഫീൽഡ് പറഞ്ഞു തരും. അത് ഇൻ ടു ദ പ്ലെയിൻ ആണ്, പ്ലെയിനുള്ളിലേക്കാണ്. കണ്ടോ? കൈ ചൂണ്ടുവിരൽ നമ്മുടെ മിഡിൽ ഫിംഗർ അകത്തേക്കാണ്, പ്ലെയിനുള്ളിലേക്കാണ് പോയിന്റ് ചെയ്യുന്നത്. അത് മാഗ്നറ്റിക് ഫീൽഡ്. അങ്ങനെയെങ്കിൽ ഫോഴ്സ് എങ്ങോട്ടാണ്? ഫോഴ്സ് താഴേക്കാണ്. സോ ഫോഴ്സ് എങ്ങോട്ടാണ്? താഴേക്കാണ്. സോ ഇവിടെ ഫോഴ്സ് എങ്ങോട്ട് ആക്ട് ചെയ്യും? ഫോഴ്സ് താഴേക്ക് ആക്ട് ചെയ്യും. സോ ഫോഴ്സ് എങ്ങോട്ട് ആക്ട് ചെയ്യും? ഫോഴ്സ് താഴേക്ക് ആക്ട് ചെയ്യും. സോ വെലോസിറ്റിക്ക് ഇങ്ങനെ പോണ്ട ചാർജാണ്. ആ ചാർജിനെ എന്ത് ചെയ്യും? താഴേക്ക് താഴ്ത്തും. കണ്ടോ? ഇങ്ങനെ പോണ്ടവനെ താഴേക്ക് പിടിച്ച് താഴ്ത്തും. ആരാണ്? ഈ നമ്മുടെ മാഗ്നറ്റിക് ഫോഴ്സ്. സോ നമുക്ക് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ഉപയോഗിക്കാൻ മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെയെങ്കിൽ റൈറ്റ് ഹാൻഡ് തമ്പ് റൂളിന്റെ കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാം. അങ്ങനെ നമുക്ക് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ഏറ്റവും ബെറ്റർ ആയിട്ട് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ മക്കളെ, ശരി. ഒരു കാര്യം പറയാം. നോക്ക് മക്കളെ, ഇവിടെയാണെങ്കിൽ നിങ്ങൾ തോന്നും സാർ ഇത് രണ്ട് കാര്യമാണല്ലോ സാറ് പറഞ്ഞത്. ഇവിടെ സാറ് പറഞ്ഞു ഫോഴ്സ് താഴേക്ക് ആക്ട് എന്ന് പറയുന്നു, ഇവിടെയാണെങ്കിൽ സാറ് പറഞ്ഞു മാഗ്നറ്റിക് ഫീൽഡ് താഴെ ആക്ട് എന്ന് പറയുന്നു. അല്ലേ? നമുക്ക് കൺഫ്യൂഷൻ ആവുന്നുണ്ട് മക്കളെ. കൺഫ്യൂഷൻ ആവണ്ടടാ, ഇവിടെയും കൺഫ്യൂഷൻ ആവണ്ട. നോക്ക്, ഇവിടെയാണെങ്കിൽ കഴിയുമ്പോൾ നോക്കേ, ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഇവിടെ നിന്ന് സൈഡ് വൈസ് നോക്കാൻ പോവുകയാണ്. ഞാൻ സൈഡ് വൈസ് നോക്കുകയാണ്. ഇത് പ്ലെയിൻ ആണ്, സൈഡ് വൈസ് നോക്കാൻ പോവുകയാണ്. മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ വന്ന് വീഴുകയാണ്. ഓക്കെ ആണോ? ശരി. പക്ഷെ ഇവിടെ എങ്ങനെയാണ്? നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ വന്ന് വീണ, ഇൻ ടു ദ പ്ലെയിനിൽ വന്ന് വീണ മാഗ്നറ്റിക് ഫീൽഡിനെ ഞാൻ ഇങ്ങനെ കാണിച്ചിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി സാർ ഇങ്ങനെയാണ് കാണിച്ചിരിക്കുന്നത്. ഈ പേപ്പർ ഇപ്പോൾ ഇങ്ങനെയായിരുന്നു, ആ പേപ്പർ ഞാൻ ഇങ്ങനെ എടുത്ത് കാണിച്ചിരിക്കുകയാണ്. സോ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയാണ്? ഇൻ ടു ദ പ്ലെയിൻ ആണ്, ഇൻ ടു ദ പ്ലെയിൻ ആണ്. ഓക്കെ ആണോ മക്കളെ? ശരി. സാറ് പറഞ്ഞു വെലോസിറ്റി ഇങ്ങനെയാണ് വെലോസിറ്റി വരുന്നത്. നോക്കടാ, ഇവിടെയും വെലോസിറ്റി ഇങ്ങനെയാണ്.
ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ പേപ്പറിനെ എടുത്തിട്ട് ഇങ്ങനെ ആക്കി കാണിച്ചിരിക്കുകയാണ്. വെലോസിറ്റി ഇങ്ങനെയാണ്, വെലോസിറ്റി ഇങ്ങനെയാണ്. ഓക്കെ ആണോ? ശരി. ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ഫോഴ്സ് ഇവിടെ പുറത്തേക്കാണ്, ഔട്ട്വേർഡ് ഡയറക്ഷനിൽ ഫോഴ്സ് ആക്ട് ചെയ്യും. ഫോഴ്സ് ഇങ്ങോട്ട് ആക്ട് ചെയ്യും, പുറത്തേക്ക് ആക്ട് ചെയ്യും. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പേപ്പറിനെ ഇങ്ങനെ ആക്കി വെക്കുകയാണ്. സോ ഫോഴ്സ് എങ്ങോട്ട് ആക്ട് ചെയ്യും? ഫോഴ്സ് താഴേക്ക് ആക്ട് ചെയ്യും. ഫോഴ്സ് ഇവിടെ താഴേക്ക് ആക്ട് ചെയ്യും. സോ ഫോഴ്സ് താഴേക്ക് ആക്ട് ചെയ്യും. ഇവിടെ ഫോഴ്സ് നിങ്ങൾക്ക് തോന്നും ഔട്ട്വേർഡ്. ഞാൻ ഇങ്ങനെ പേപ്പർ വെക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഫോഴ്സ് താഴേക്ക്. സെയിം കാര്യമാണ്, ഡിറ്റോ സെയിം കാര്യമാണ്. ഓക്കെ, അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഇത് രണ്ട് സെയിം ഫിഗർ ആണ്, രണ്ട് രീതിയിൽ ഞാൻ നോക്കിയതാണ്. മാഗ്നറ്റിക് ഫീൽഡ് ഞാൻ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്തത് ഇങ്ങനെ രീതിയിൽ നോക്കിയപ്പോഴാണ്. പക്ഷേ മാഗ്നറ്റിക് ഫീൽഡിനെ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നത് ഇങ്ങനെ വെച്ച് നോക്കുമ്പോഴാണ്. ഓക്കെ ആണോ? ക്ലിയർ ആണോ മക്കളെ? ഓക്കെ, സോ സിമ്പിൾ. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം, ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് ആവും എങ്ങനെയാണ് ആ മാഗ്നറ്റിക് ഫോഴ്സിന് ഡയറക്ഷൻ പറയണമെന്ന് നിങ്ങൾക്ക് ബെറ്റർ ആയിട്ട് മനസ്സിലാവും. ഓക്കെ, ശരി. നോക്ക് മക്കളെ, ഇവിടെ 4 സെറ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ് കുറച്ചും കൂടെ നല്ലതാക്കാനായിട്ട്, കുറച്ചുകൂടെ ബെറ്റർ ആക്കാനായിട്ട് ഞാൻ 4 സെറ്റ് ക്വസ്റ്റ്യൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. നോക്കിയിരിക്കുക. സോ നിങ്ങൾ ചില ടെക്സ്റ്റിൽ വായിക്കുമ്പോൾ, അല്ലെങ്കിൽ ചില ടെക്സ്റ്റ് ബുക്ക് കാണുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ഇന്റർനെറ്റിലെ കുറച്ച് വീഡിയോ കാണുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ചിലപ്പോൾ ട്യൂഷനിലെ ഫാക്കൽറ്റീസ് അല്ലെങ്കിൽ ടീച്ചേഴ്സ് പറഞ്ഞു തരുമ്പോൾ, അല്ലെങ്കിൽ സ്കൂളിലെ ടീച്ചേഴ്സ് പറഞ്ഞു തരുമ്പോൾ, അവിടെയാണെങ്കിൽ ഒരുപക്ഷെ നിങ്ങളുടെ റൈറ്റ് ഹാൻഡ് തമ്പ് ഉപയോഗിക്കുന്നത് ഇങ്ങനെയായിരിക്കാം. മിഡിൽ ഫിംഗർ എന്ന് പറയുന്നത് അവിടെ ഒരു പക്ഷേ ആ വെലോസിറ്റി റെപ്രസെന്റ് ചെയ്യും. മിഡിൽ ഫിംഗർ വെലോസിറ്റി ആവട്ടെ. 4 ഫിംഗർ ചിലപ്പോൾ ഫീൽഡ് ആയിരിക്കും പറയുന്നത്. 4 ഫിംഗർ ഫീൽഡ്, അതുപോലെ തമ്പ് ഫോഴ്സ്, അങ്ങനെയും പറയാം. രണ്ടും ശരിയാണ്. ആസ് ലോങ് ആസ് യു ആർ യൂസിങ് റൈറ്റ് ഹാൻഡ്, നിങ്ങൾ റൈറ്റ് ഹാൻഡ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഓറിയന്റേഷൻ എന്തും ആയിക്കോട്ടെ, യാതൊരു പ്രശ്നമില്ല. ഇവിടെ മിഡിൽ ഫിംഗർ മാഗ്നറ്റിക് ഫീൽഡ്, അത് പറയാൻ എളുപ്പമായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഉപയോഗിച്ചത്. മനസ്സിലായോ? സോ മിഡിൽ ഫിംഗർ മാഗ്നറ്റിക് ഫീൽഡ്, 4 ഫിംഗർ വെലോസിറ്റി, കണ്ടോ? ചൂണ്ട് വിരൽ വെലോസിറ്റി, അതുപോലെ നമ്മുടെ തമ്പ് എന്ന് പറയുന്നത് ഫോഴ്സ്. ഇത് ഞാൻ ഇങ്ങനെ പറയാൻ കാരണം എന്താണ്? നമ്മൾ പറയാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾ ചില ടെക്സ്റ്റ് വായിക്കുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ ഒരുപക്ഷെ ആണെങ്കിൽ ഇന്റർനെറ്റിലെ വീഡിയോസ് കാണുമ്പോൾ, അല്ലെങ്കിൽ സ്കൂളിലെ ഫാക്കൽറ്റീസ് പറഞ്ഞു തരുമ്പോൾ ഒരു തിരിച്ചായിരിക്കും പറഞ്ഞിരുന്നത്. അതും ശരിയാണ്. നമുക്ക് എങ്ങനെ വേണമെങ്കിലും എന്ത് ചെയ്യാം? As long as you are using right hand, നിങ്ങൾ റൈറ്റ് ഹാൻഡ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഓറിയന്റേഷൻ ഡസന്റ് മാറ്റർ. അതിന്റെ ഓറിയന്റേഷൻ മാറ്റമില്ല, കാരണം ഒരു മാറ്റർ ആവത്തില്ല. കാരണം എന്താണ്? ഇത് 3 മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ്, എങ്ങനെയും പറയാൻ പറ്റും. ഓക്കെ ആണോ? ശരി. നോക്ക്, ഇവിടെ നമ്മൾ എങ്ങനെ എടുത്തിരിക്കുന്നത്? മിഡിൽ ഫിംഗർ എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡ്. സോ ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയാണ്? ഫസ്റ്റ് ഫിഗർ നോക്കടാ. മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയാണ്? നിങ്ങൾ പറയും സാർ ഔട്ട്വേർഡ് ആണ്, പുറത്തേക്കാണ് മാഗ്നറ്റിക് ഫീൽഡ് പുറത്തേക്കാണ്. ശരി. വെലോസിറ്റി എങ്ങോട്ടാ? വെലോസിറ്റി മുകളിലേക്കാണ് മുകളിലേക്കാണ്. അങ്ങനെയെങ്കിൽ ഫോഴ്സ് എങ്ങോട്ടായിരിക്കും? ഫോഴ്സ് ഇങ്ങോട്ടായിരിക്കും. ശരിയല്ലേ? കറക്റ്റ് ആണ്. ഇത് പോസിറ്റീവ് ചാർജ് ആയതുകൊണ്ടാണ്. നെഗറ്റീവ് ചാർജ് ആയിരുന്നെങ്കിൽ ഇത് നേരെ തലതിരിയും. ഫോഴ്സ് ഇങ്ങോട്ടാണ് ഫോഴ്സ് കിട്ടുന്നതെങ്കിൽ നമ്മൾ പറയണം തിരിച്ചാന്ന് പറയണം, ഫോഴ്സ് ഇങ്ങോട്ടാന്ന് പറയണം. നോക്കടാ, ബാക്കി എല്ലാ കണ്ടീഷനും സെയിം ആണ്. നോക്ക്, ഇവിടെയും ഔട്ട്വേർഡ് ആണ്. മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയാണ്? പുറത്തേക്കാണ്. വെലോസിറ്റി എങ്ങനെയാണ്? മുകളിലേക്കാണ്. മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയാണ്? മാഗ്നറ്റിക് ഫീൽഡ് പുറത്തേക്കാണ്, ഔട്ട്വേർഡ് ആണ്. മാഗ്നറ്റിക് ഫീൽഡ് പുറത്തേക്കാണ്, വെലോസിറ്റി മുകളിലേക്കാണ്. അതാണ്ട് ഇവിടെ ഫോഴ്സ് എങ്ങോട്ട് ആക്ട് ചെയ്യണം? ഫോഴ്സ് ഇങ്ങോട്ടാണ് ആക്ട് ചെയ്യേണ്ടത്. പോസിറ്റീവ് ചാർജ് ആണെങ്കിലാണ് ഫോഴ്സ് ഇങ്ങോട്ട് ആക്ട് ചെയ്യുന്നത്. മക്കൾ, ഇത് നെഗറ്റീവ് ചാർജ് അല്ലേടാ? ഇത് നെഗറ്റീവ് ക്യൂ ആണ്. ഇതെന്താണ്? നെഗറ്റീവ് ചാർജ് ആണ്. സോ ഇതേയും ഇങ്ങനെ ഫോഴ്സ് ആക്ട് ചെയ്തതിന് പകരമായിട്ട് നെഗറ്റീവ് കിടക്കുന്നത് കൊണ്ട് നമുക്കറിയാം F = -Q × V × B എന്ന് പറയേണ്ടി വരും. ആ മൈനസ് കിടക്കുന്ന കാരണം എന്തെയും? ഫോഴ്സ് തലതിരിഞ്ഞ് വരും. ഫോഴ്സ് ഇങ്ങോട്ടായിരിക്കും. ഓക്കെ ആണോ? കോൺസെപ്റ്റ് ക്ലിയർ ആയോ? ശരി. അങ്ങനെയെങ്കിൽ ഇത് പെട്ടെന്ന് പറഞ്ഞു തന്നേ. നിങ്ങൾ നിങ്ങളുടെ റൈറ്റ് ഹാൻഡ് ഉപയോഗിച്ച് ഇത് പറഞ്ഞു തന്നേടാ. നിങ്ങൾ പറയും സാർ സിമ്പിൾ. ഇവിടെയാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് മിഡിൽ ഫിംഗർ ആണ്, അത് ഇൻടു ദ പ്ലെയിൻ ആണ്. വെലോസിറ്റി സാർ മുകളിലേക്കാണ്, അതുകൊണ്ട് ഫോഴ്സ് എങ്ങോട്ടായിരിക്കും? ഇങ്ങോട്ടായിരിക്കും. ഫോഴ്സ് ഈ ഡയറക്ഷനിലായിരിക്കും ഫോഴ്സ്. സിമ്പിൾ. ഓക്കെ ആണോ? ഇവിടെ പറഞ്ഞേ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയാണ്? ഔട്ട്വേർഡ് ആണ്, പുറത്തേക്കാണ്. മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയാണ്? പുറത്തേക്കാണ്.
വെലോസിറ്റി എങ്ങോട്ടാണ്? വെലോസിറ്റി താഴേക്കാണ്. താഴേക്കാണ്. സോ ഫോഴ്സ് ഇങ്ങോട്ട് ആക്ട് ചെയ്യും. സോ സിമ്പിൾ. എനിക്ക് തോന്നുന്നു ഇപ്പോൾ നിങ്ങൾക്ക് മാഗ്നറ്റിക് ഫോഴ്സ് ഡയറക്ഷൻ പറയാൻ വളരെ എളുപ്പമാണ്. ചമ്മക് ചലോ. കണ്ടോ? ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വെക്കുക, സിമ്പിൾ ആയിട്ട് പറയുക. ഓക്കെ ആണോ? സോ സിമ്പിൾ. ശരി മക്കളെ, അങ്ങനെയെങ്കിൽ നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് മൂവ് ചെയ്യാം. നമ്മുടെ അടുത്ത ടോപ്പിക്കിൽ മാഗ്നറ്റിക് ഫോഴ്സിന്റെ ഇഫക്റ്റിനെ പറ്റി നമ്മൾ വിശദമായിട്ട് ചർച്ച ചെയ്യുന്നതായിരിക്കും. സോ ഈ വീഡിയോയിൽ പറഞ്ഞ എല്ലാത്തരം കോൺസെപ്റ്റുകളും നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഹാവ് എ നൈസ് സ്റ്റഡി. ബൈ.